മെയ് 15 ഈസ്റ്ററിൻ്റെ 6-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ച. യോഹന്നാൻ 16 20 മുതൽ 23 വരെ വാക്യങ്ങൾ. പുരാതന ചൈനയിലെ ഒരു വൃദ്ധ ദമ്പതികൾക്ക് ഒരു മകനും ഒരു കുതിരയും ഉണ്ടായിരുന്നു. ഒരു ദിവസം കുതിര അതിൻ്റെ ലായത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. നിർഭാഗ്യം, അയൽക്കാർ പറഞ്ഞു. എങ്ങനെ അങ്ങനെ നിർഭാഗ്യം എന്ന് പറയാൻ കഴിയും എന്ന് വൃദ്ധൻ ചോദിച്ചു. അടുത്ത ദിവസം കുതിര 10 കാട്ടുകുതിരകളുമായി തിരികെ ലായത്തിലേക്ക് മടങ്ങി. ഭാഗ്യവാൻ, അയൽക്കാർ പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ അത്ര ഉറപ്പിക്കാൻ കഴിയും? വൃദ്ധൻ ചോദിച്ചു. അടുത്ത ദിവസം ആ കാട്ടുകുതിരകളിൽ ഒന്നിനെ മെരുക്കാൻ ശ്രമിക്കുന്നതിനിടെ വൃദ്ധൻ്റെ മകൻ താഴെ വീഴുകയും ഒരു കാലൊടിയുകയും ചെയ്തു. നിർഭാഗ്യം, അയൽക്കാർ പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയും? വൃദ്ധൻ പറഞ്ഞു. പിറ്റേന്ന് ഒരു ശത്രു ആ ഗ്രാമം ആക്രമിച്ച് എല്ലാ ആരോഗ്യമുള്ള യുവാക്കളെയും പിടിച്ചുകൊണ്ടുപോയി. വൃദ്ധൻ്റെ പരിക്കേറ്റ മകനെ കൊണ്ടുപോയില്ല. ഒരു ദുരന്തം അനുഗ്രഹമായി മാറിയ സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ സുവിശേഷം യേശു പോകുമ്പോൾ ശിഷ്യന്മാർ അനുഭവിക്കുന്ന ദുഃഖത്തെക്കുറിച്ചും, അതായത് യേശുവിൻ്റെ കഷ്ടപ്പാടിലും മരണത്തിലും, പിന്നെ അവൻ മടങ്ങി വരുമ്പോൾ അവർ അനുഭവിക്കുന്ന സന്തോഷത്തെക്കുറിച്ചും, അത് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആണ്, സംസാരിക്കുന്നു. ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന ഒരു സ്ത്രീയോട് യേശു അവരുടെ അനുഭവത്തെ താരതമ്യം ചെയ്യുന്നു. ഒരു സ്ത്രീ അവളുടെ നവജാത ശിശുവിനെ മുഖാമുഖം കാണുന്നതിൻ്റെ സന്തോഷം ഏത് വേദനയ്ക്കും അപ്പുറമുള്ളതാണ്. ഉദ്ധിതനായ യേശു തൻ്റെ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ദൈവത്തിൻ്റെ പുതിയ ജനം, അവൻ്റെ പുനരുദ്ധാനാനന്തര ശരീരം ജനിക്കുകയും ചെയ്യുമ്പോൾ സമാനമായ ഒരു അനുഭവത്തിലൂടെ ശിഷ്യന്മാരും കടന്നു പോകും. യേശു വീണ്ടും അവരെ കാണുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ സന്തോഷിക്കും. ആരും ആ സന്തോഷം അവരിൽ നിന്ന് എടുത്തു കളയുകയില്ല എന്ന വാഗ്ദാനവും യേശു കൂട്ടിച്ചേർക്കുന്നു. അവർ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇനി ചോദിക്കേണ്ടത് വരില്ല. ഭാവിയിൽ കൂടുതൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ല എന്നല്ല ഇതിനർത്ഥം. ഉണ്ടാകും. യേശുവിനോടും അവൻ്റെ രാജ്യത്തോടുമുള്ള സമർപ്പണത്തിനായി ചില ശിഷ്യന്മാർക്ക് ജീവൻ നൽകേണ്ടി വരും. എന്നാൽ യേശുവിനോട് അടുപ്പമുള്ളവർക്ക് വേദനയും സന്തോഷവും താരതമ്യപ്പെടുത്താനാവില്ല. പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ശാശ്വത സാന്നിധ്യം എപ്പോഴും നമ്മോടൊപ്പമുണ്ടെന്നും അനിവാര്യമായ പരീക്ഷണങ്ങളും നിരാശകളും ഉണ്ടെങ്കിലും അതേ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നും ഇന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.